ഹായ് ഫ്രണ്ട്സ്, 2024 10th പ്രിലിംസിലെ ഫസ്റ്റ് സ്റ്റേജിലെ ആദ്യത്തെ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 31ാമത്തെ ക്വസ്റ്റ്യൻസ് തൊട്ടാണ് ഈ പാർട്ടിൽ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 185/24. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ക്വസ്റ്റ്യൻ നമ്പർ 31. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 2. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 3. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി 1, 2, 3. ഇതിൽ നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന ഏതാ വരിക? ഓപ്ഷൻ ബി 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവന. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. അതേപോലെ അത് പരാമർശിച്ചത് എപ്പോഴാണ്, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തത് എപ്പോഴാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? 1. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. 2. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. 3. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 1, 3. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി 1, 3 ആണ് ശരി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചത്. അതേപോലെ ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത്. വന്ദേമാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. അത് എഴുതിയ ഭാഷ ഹിന്ദിയല്ല, ബംഗാളി ഭാഷയിലാണ്. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ട വർഷം 1950 ജനുവരി 24. അടുത്ത ക്വസ്റ്റ്യൻ 33. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. 2. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. 3. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. 4. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. 3 മാത്രമാണ് അതിൽ തെറ്റ്. 3 എന്താ പറയുന്നത്? 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. അത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1993 ഒക്ടോബർ 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ: എം കെ സാനു, എസ് സോമനാഥ്. ബി ഓപ്ഷൻ എം കെ സാനു, എൻ എസ് മാധവൻ. ഓപ്ഷൻ സി എസ് സോമനാഥ് ഭുവനേശ്വരി, എസ് സോമനാഥ് ഷൈജ ബേബി. 4ാമത്തെ ഓപ്ഷൻ. അതിൽ ശരി ഏതാണെന്ന് ചോദ്യം. കേരളപ്രഭ പുരസ്കാരം 2024. ഓപ്ഷൻ സി ആണ് ശരി. എസ് സോമനാഥ് ഭുവനേശ്വരിക്കാണ് കേരളപ്രഭ പുരസ്കാരം നേടിയത്. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത്? 1. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. 2. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം. 3. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. 4. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഏതാ ഉൾപ്പെടാത്തത്?
4 മാത്രമാണ് ഉൾപ്പെടാത്തത്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഈ 25 മുതൽ 28 വരെ ഉൾപ്പെടുന്നില്ല. 36ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? റഷ്യ, ഇന്ത്യ, ഇറാൻ, സിംഗപ്പൂർ. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യയിൽ വെച്ചിട്ട്. റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് നടന്നത്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ബ്രസീലിൽ വെച്ചിട്ട്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 37. കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. 1812 കുറിച്യർ ലഹള ഉണ്ടായത്. 2. വയനാട് ജില്ലയിൽ കുറിച്യർ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവർ ആണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. 3. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. 4. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. അപ്പം ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1, 3, 4 ശരിയാണ്. 1812 കുറിച്യർ ലഹള ഉണ്ടായത്, അത് ശരി. കുറിച്യർ ലഹളയുടെ നേതാവ് രാമനമ്പിയാണ്, അതും ശരിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരാണ് കുറിച്യർ ലഹള ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കതിൽ തെറ്റ് വന്നത് കുറിച്യർ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയെന്നുള്ള തെറ്റാണ്. കുറിച്യർ ലഹളയിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗക്കാരാണ് കുറുമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ മാസിക. 1. സംഘമിത്ര. 2. ക്രൈസ്തവ മഹിളാമണി. 3. കേരളീയ സുഗുണബോധിനി. 4. മേരി റാണി. അപ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ മാസിക ആയി അറിയപ്പെടുന്നത് കേരളീയ സുഗുണബോധിനി. അടുത്ത ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? 1. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. 2. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 3. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഈ 3 ഓപ്ഷനും എന്താണ്? ശരിയാണ്. വിവരാവകാശത്തെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് അറിയപ്പെടുന്നത്. വിവരാവകാശ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. അടുത്ത ക്വസ്റ്റ്യൻ 40. 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ. എ. വയനാട് ചേലക്കര. ബി. വയനാട് ചേലക്കര പാലക്കാട്. സി. വയനാട് പാലക്കാട്. ഡി. പാലക്കാട് ചേലക്കര. ആൻസർ പാലക്കാട് ചേലക്കരയാണ് വരുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41, 3, 4, 44. അപ്പം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണമാണ് ചോദിച്ചത്. പടിഞ്ഞാറോട്ട് 41 നദികളും കിഴക്കോട്ട് 3 നദികളും. അങ്ങനെ 41, 3, 44 നദികളാണ് കേരളത്തിലുള്ളത്. അപ്പം നദി ആവാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് 15 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ജലപ്രവാഹത്തെയാണ് നദി എന്ന് പറയുന്നത്. അങ്ങനെ കണക്കാക്കുമ്പോൾ 44 നദികളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 പറഞ്ഞു. അത് കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. എ. മലപ്പുറം. ബി. പാലക്കാട്. സി. ഇടുക്കി. ഡി. വയനാട്. ആൻസർ ഡി. വയനാട്. 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു താലൂക്കാണ് സുൽത്താൻ ബത്തേരി, വയനാട്. 43ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, ഇടമലയാർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ കമ്മീഷൻ ചെയ്ത വർഷം 1940. മുതിരപ്പുഴ ഇടുക്കിയാണ് കേട്ടോ. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ.
44-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. അതറിയാലോ, ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. 45, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം, ചെന്തുരുണി, മുത്തങ്ങ, ആറളം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രമാണ് പ്രവേശന കവാടമുള്ളൂ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്ക്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തുണക്കടവ്. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ, പള്ളത്തൂരാമൻ, വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം രൂപീകരിച്ച വർഷം 1917. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് വാഗ്ഭടാനന്ദനെ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ എത്ര? 20, 21, 19, 22. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റ് 20 എണ്ണമാണ്. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ. 49-ാമത്തെ ക്വസ്റ്റ്യൻ, 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളാണ് 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ. ആ 5 ജില്ലകൾ ഏതൊക്കെയാ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. 1956 നവംബർ 1 കേരളം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകളാണ് നിലവിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരുവാണ് ആൻസർ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത്. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. 51-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം? ആൻസർ 1861. കേരളത്തിൽ ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ചത് 1861 മാർച്ച് 12 ബേപ്പൂർ ടു തിരൂർ വരെ. അടുത്ത ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1928. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ്. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് 1942 നവംബർ 17 കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ഡോക്ടർ കെ.ബി. മേനോനെയാണ്. 54-ാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ടി.കെ. മാധവനാണ് ആൻസർ. 55-ാമത്തെ ക്വസ്റ്റ്യൻ, 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പാർവതിബായി 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഓക്കെ. 56-ാമത്തെ ക്വസ്റ്റ്യൻ, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. 57 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം. അപ്പം മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഭരണപരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. ഉൾപ്പെടാത്തത് ജനസംഖ്യാനുപാതമായ സംവരണമാണ് അതിൽ ഉൾപ്പെടാത്തത്. 58 മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരിയുടേതാണ്. 59 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്?
1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി ആരംഭിച്ച സ്ഥലം ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ. 62 അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? പ്ലാസെൻറ്റ. 63 കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? അതാണ് സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ സ്ക്ലീറൻ കൈമയാണ് ആൻസർ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം വില്ലസുകൾ. 65 വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കാധമനി. 66 നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. 2 ജീവകം ബിയുടെ കുറവ് മൂലം വരുന്ന നിശാന്തതയ്ക്ക് കാരണമാകുന്നു. 3 കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അതിൽ ശരി ഏതൊക്കെയാ? 3ഉം 4ഉം ശരിയാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ജീവകം എയുടെ കുറവ് മൂലം രാത്രി കാഴ്ച കുറയുന്ന രോഗമാണ് നിശാന്തത. 67 ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഫംഗെ, പ്രോട്ടിസ്റ്റ, മൊണീറ, യൂക്കാരിയ. മൊണീറയാണ് ആൻസർ. 68 ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം ഉണ്ടാവാൻ കാരണം സൊമാറ്റോട്രോഫിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണമാണ്. സൊമാറ്റോട്രോപ്പിൻ. 69 കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വച്ചും രണ്ടാം ഘട്ടം റൈബോസീമിലും വച്ച് നടക്കുന്നു. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. 3 ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. 4 ഗ്ലൈക്കോളിസിസിൻ്റെ ഗ്ലൂക്കോസ് പെറുവിക് ആസിഡുമായി മാറുന്നു. അതിൽ ശരി ഏതാ വരുന്നത്? 4 മാത്രമാണ് ശരി. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പെറുവിക് ആസിഡുമായി മാറുന്നു. 70ാമത്തെ ക്വസ്റ്റ്യൻ വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത് കണ്ണിൽ. 71 ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. 72 ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനമാണ് സമ്പുഷ്ട യുറേനിയം. അറ്റോമിക ഭാരം ഏറ്റവും കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് സമ്പുഷ്ട യുറേനിയം. 73 വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാവുമ്പോൾ ഗതികോർജം 4 മടങ്ങായിട്ട് വർദ്ധിക്കും. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാവുമ്പോൾ ഗതികോർജം 4 മടങ്ങായിട്ട് വർദ്ധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത്? പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. അതിൽ കൂട്ടത്തിൽ പെടാത്തത് വേഗമാണ്. പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം എന്നിവ സദിശ അളവാണ്. വേഗം എന്നത് ഒരു അദിശ അളവാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ J.J. തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? J.J. തോംസൺ ആണ് പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത്. ഇലക്ട്രോൺ കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ബന്ധപ്പെടാത്തത് ന്യൂട്രോൺ കണ്ടെത്തി. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. റേഡിയോ ആക്ടിവിറ്റി
കണ്ടെത്തിയത്? റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്കുറേൽ. 79 ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്ന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ലീച്ചിങ് അലൂമിനിയാണ് കേട്ടോ. ലീച്ചിങ് അലൂമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പർ, വ്യത്യസ്ത അറ്റോമിക നമ്പർ ഐസോബാർ എന്നറിയപ്പെടുന്നു. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആകുമ്പോൾ ഐസോടോപ്പ്. ഒരേ എണ്ണം ന്യൂട്രോണും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണും ഉള്ള ആറ്റങ്ങൾ ഐസോടോണുകൾ എന്ന് പറയുന്നു. ഐസോമറുകൾ എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്ര